ദൈവത്തെ അറിയുവാനുള്ള മനുഷ്യൻ്റെ പരിശ്രമങ്ങൾ പലവിധമാകുന്നു. അത് സാധ്യമല്ല എന്ന് ചിന്തിച്ചൊരു കൂട്ടർ പിന്മാറുമ്പോൾ അത് സാധിക്കും എന്ന് എങ്ങനെ അറിയാം? ദൈവത്തെ കാണുവാൻ, അറിയുവാൻ എങ്ങനെ സാധിക്കും? ഇന്ന് നമുക്കത് തന്നെ ചിന്തിക്കാം. എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാകുന്നു, ദൈവത്തെ കണ്ടവരുണ്ടോ? ദൈവം എങ്ങനെയാണ് ഇരിക്കുന്നത് എന്നൊക്കെ. ദൈവത്തെ മനസ്സിലാക്കുവാൻ എന്താണ് മാർഗം? ദൈവം തന്നെ വെളിപ്പെടുത്തിയിരിക്കുന്നതല്ലാതെ ദൈവത്തെ ദർശിക്കുവാൻ വേറെ മാർഗമൊന്നുമില്ല എന്നതാണ് സത്യം. 19-ാം സങ്കീർത്തനത്തിൽ ദൈവം തന്നെ വെളിപ്പെടുത്തിയിരിക്കുന്ന 2 മാർഗങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആദ്യത്തെ 6 വാക്യങ്ങളിൽ ദൈവം തന്നെ സൃഷ്ടിപ്പിൽ വെളിപ്പെടുത്തിയിരിക്കുന്നതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. ആകാശത്തെക്കുറിച്ചും അതിലെ ഗോളങ്ങളെക്കുറിച്ചുമെല്ലാം സങ്കീർത്തനക്കാരൻ വിവരിക്കുന്നു. തുറന്ന മനസ്സോടെ ചുറ്റും നോക്കുന്ന ഏതൊരാൾക്കും ഈ മനോഹരങ്ങളായ സൃഷ്ടിയുടെയും അതിൻ്റെ നടത്തിപ്പിൻ്റെയും പിൻപിൽ പ്രവർത്തിക്കുന്ന ഒരു കരം കാണുവാൻ സാധിക്കും എന്നതാണ് ഈ പൊതുവായിട്ടുള്ള ദർശനം. എല്ലാം അതിൻ്റേതായ താളത്തിലും അടുക്കിലും ചിട്ടയിലും ചലിച്ചുകൊണ്ടിരിക്കുന്നു. ഇതൊന്നും യാദൃച്ഛികമല്ല. എന്നാൽ സങ്കീർത്തനക്കാരൻ പറയുന്നത് ദൈവത്തെ കാണുവാൻ സഹായിക്കുന്ന മറ്റൊരു മാർഗമുണ്ട്. അത് ദൈവത്തിൻ്റെ വചനമാകുന്ന ബൈബിളാകുന്നു എന്നത്രേ. ബൈബിൾ ഒരു മതഗ്രന്ഥമല്ല എന്നോർക്കണം. ഇത് ദൈവത്തിൻ്റെ വചനമാകുന്നു. അത് മുഴുവൻ സത്യമാകുന്നു. അത് ദൈവത്തിൽ നിന്നും വന്നതാണ്. ദൈവത്തെയും ദൈവഹിതത്തെയും സംശയാതീതമായി അറിയുവാൻ ദൈവം തന്നെ മനുഷ്യന് നൽകിയതാണ് ബൈബിൾ. മനുഷ്യരായ നാം എല്ലാവരും ഒരു ദിവസം നമ്മുടെ ജീവിതത്തിൻ്റെ കണക്ക് ദൈവത്തിന് കൊടുക്കേണ്ടതാകയാൽ ദൈവത്തിന് പറയുവാനുള്ളത് നമുക്ക് മനസ്സിലാക്കാവുന്ന വിധം കൃത്യമായി അവൻ ബൈബിളിൽ സംസാരിച്ചിരിക്കുന്നു. ആരോ അസ്പഷ്ടമായി പുലമ്പിയതല്ല ബൈബിൾ വചനം. പിന്നെയോ ദൈവം വ്യക്തമായി, കൃത്യമായി, നിസ്സംശയമായി അവനെയും മനുഷ്യരെയും കുറിച്ചുള്ള കാര്യങ്ങൾ നേരിട്ട് സംസാരിച്ചിരിക്കുന്നു. ദൈവവചനം സത്യമാകുന്നു. ഇതിൽ സത്യമല്ലാത്ത ഒന്നുമില്ല. തലമുറകളിലൂടെ മനുഷ്യചരിത്രത്തിൽ ദൈവം പറഞ്ഞത് അവൻ ഈ പുസ്തകത്തിൽ നൽകിത്തന്നു. പരിശുദ്ധാത്മാവ് ലേഖകനായിരുന്ന് എഴുതിയ ഈ പുസ്തകത്തിൻ്റെ മുഴുവൻ ദൈവിക അധികാരവും അവനിൽ മാത്രമാകുന്നു. ഈ ഒരു വചനത്തോട് സകല മനുഷ്യരും അനുസരണയോടെ പ്രതികരിക്കണം എന്ന് പറയുന്നതിൻ്റെ സാരം അതത്രേ. ഇങ്ങനെയൊക്കെ ചിന്തിച്ചാൽ അതിനെ മതഭ്രാന്ത് എന്നല്ലേ വിളിക്കേണ്ടത് എന്ന് ചിലരെങ്കിലും ഇപ്പോൾ ചിന്തിക്കുന്നുണ്ടാകും. സ്വാർത്ഥ ലക്ഷ്യങ്ങളോടെ മനുഷ്യന് ദോഷമായി തീരുവാൻ ഇടയുള്ള കാര്യങ്ങളെ മതത്തിൻ്റെ മറവിൽ മറ്റുള്ളവരിൽ അടിച്ചേൽപ്പിക്കുവാൻ ശ്രമിക്കുന്നതാണ് മതഭ്രാന്ത്. അല്ലാതെ മറ്റുള്ളവർക്ക് നന്മ മാത്രം വരുന്ന കാര്യങ്ങളെ യാതൊരു സ്വാർത്ഥ ലക്ഷ്യവുമില്ലാതെ സത്യസന്ധമായി പറഞ്ഞെന്നാൽ അതെങ്ങനെയാണ് മതഭ്രാന്താകുന്നത്? ഈ കാര്യം ഏറെ വിവരിക്കുന്നതാണ് 19-ാം സങ്കീർത്തനം. നാം 18-ാം സങ്കീർത്തനം വരെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു കഴിഞ്ഞത്. ഇന്ന് നാം 19ഉം 20ഉം സങ്കീർത്തനങ്ങളാണ് പഠിക്കുവാൻ പോകുന്നത്. ആ ഭാഗം എടുത്താട്ടെ. 19-ാം സങ്കീർത്തനം അർത്ഥവത്തായ ആഴമേറിയ ദൈവത്തിൻ്റെ ആലോചന. 19-ാം സങ്കീർത്തനം. ദാവീദിൻ്റെ മറ്റൊരു ഉന്നതമായ സങ്കീർത്തനമാണ്. തലക്കെട്ടിൽ തന്നെ അങ്ങനെ പറഞ്ഞിരിക്കുന്നു. ഇവിടെ വേറൊരു വിഭജനം കൂടിയുണ്ട്. 1-ാമത്തെ ഭാഗത്ത്, അതായത് ആദ്യത്തെ 6 വരെയുള്ള വാക്യങ്ങളിൽ ദൈവത്തിൻ്റെ നാമത്തിന് എൽ എന്ന് മൂലഭാഷയിൽ ഉപയോഗിച്ചിരിക്കുന്നു. അതിൻ്റെ അർത്ഥം ശക്തനായവൻ എന്നാണ്. അവൻ സൃഷ്ടിപ്പിൽ ശക്തനായവനാണ്. ആദിയിൽ എലോഹീം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. എലോഹീം എന്നത് എൽ എന്നതിൻ്റെ ബഹുവചന രൂപമാണ്. സൃഷ്ടാവ് എന്ന നിലയിൽ ദൈവത്തിൻ്റെ നാമമാണ് എലോഹീം എന്നുള്ളത്. 2-ാമത്തെ ഭാഗം 7-ാം വാക്യത്തിൽ ആരംഭിക്കുന്നു.
യഹോവയുടെ ന്യായപ്രമാണം തികവുള്ളത്. അവൻ്റെ പേരിവിടെ യഹോവ എന്നാണ്. ഈ ഭാഗത്ത് അപ്രകാരം 7 പ്രാവശ്യം ഉപയോഗിച്ചിട്ടുണ്ട്. അവസാന ഭാഗത്ത് മറ്റ് 2 നാമങ്ങൾ കൂടി, യഹോവ എൻ്റെ പാറ, എൻ്റെ വീണ്ടെടുപ്പുകാരൻ എന്നിവ ചേർത്തിരിക്കുന്നു. ഇത് ഒരു പ്രഭാത സങ്കീർത്തനമാണ്. ഇതിൻ്റെ ആദ്യത്തെ 6 വാക്യങ്ങളിൽ സൃഷ്ടിയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. 8-ാം സങ്കീർത്തനം സൃഷ്ടിയെ സംബന്ധിച്ച ഒരു സങ്കീർത്തനമായിരുന്നു. അതിൽ ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും നാം കണ്ടു. അതൊരു സന്ധ്യാകീർത്തനമായിരുന്നു. 19-ാം സങ്കീർത്തനത്തിൽ സൂര്യനെക്കുറിച്ചുള്ള ഈ പരാമർശം നാം ശ്രദ്ധിക്കേണ്ടതാണ്. അതുകൊണ്ട് ഇത് പകലിനെക്കുറിച്ചുള്ള ഒരു സങ്കീർത്തനമാകുന്നു എന്ന് പറയാം. ഞാൻ ആദ്യത്തെ 6 വാക്യങ്ങളൊന്ന് വായിക്കാം, ശ്രദ്ധിച്ചാട്ടെ. 19-ാം സങ്കീർത്തനം 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ. ആകാശം ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു. ആകാശവിധാനം അവൻ്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു. പകൽ പകലിന് വാക്കുപൊഴിക്കുന്നു. രാത്രി രാത്രിക്ക് അറിവ് കൊടുക്കുന്നു. ഭാഷണമില്ല, വാക്കുകളില്ല, ശബ്ദം കേൾപ്പാനുമില്ല. ഭൂമിയിൽ എല്ലായിടവും അതിൻ്റെ അളവ് നൂലും ഭൂതലത്തിൻ്റെ അറ്റത്തോളം അതിൻ്റെ വചനങ്ങളും ചെല്ലുന്നു. അവിടെ അവൻ സൂര്യനൊരു കൂടാരം അടിച്ചിരിക്കുന്നു. അത് മണവറയിൽ നിന്ന് പുറപ്പെടുന്ന മണവാളന് തുല്യം. വീരനെപ്പോലെ തൻ്റെ ഓട്ടം ഓടുവാൻ സന്തോഷിക്കുന്നു. ആകാശത്തിൻ്റെ അറ്റത്തു നിന്ന് അതിൻ്റെ ഉദയവും അറുതി വരെ അതിൻ്റെ അയനവും ആകുന്നു. അതിൻ്റെ ഉഷ്ണമേൽക്കാതെ മറഞ്ഞിരിക്കുന്നത് ഒന്നുമില്ല. ഇത് വളരെ മനോഹരമായൊരു സങ്കീർത്തനമാണ് എന്ന് വായിക്കുമ്പോൾ തന്നെ അറിയാമല്ലോ. ആകാശം ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു. പൗലോസ് അപ്പോസ്തലൻ ഇത് ഈ വിധത്തിലാണ് റോമാലേഖനം 1-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. അവൻ്റെ നിത്യശക്തിയും ദിവ്യത്വവുമായി അവൻ്റെ അദൃശ്യ ലക്ഷണങ്ങൾ ലോകസൃഷ്ടി മുതൽ അവൻ്റെ പ്രവർത്തികളാൽ ബുദ്ധിക്ക് തെളിവായി വെളിപ്പെട്ടു വരുന്നു. അവർക്ക് പ്രതിവാദമില്ലാതിരിക്കേണ്ടതിന് തന്നെ. ആകാശം ദൈവത്തിൻ്റെ ജ്ഞാനവും അവൻ്റെ ശക്തിയും വെളിപ്പെടുത്തുന്നു എന്നത്രേ ഞാൻ ചിന്തിക്കുന്നത്. ദൈവത്തിൻ്റെ പദ്ധതിയും ഉദ്ദേശവും ഇത് വെളിപ്പെടുത്തുന്നു എന്നത്രേ ഞാൻ കരുതുന്നത്. ആദ്യം മുതൽ തന്നെ തൻ്റെ സൃഷ്ടിയായ മനുഷ്യന് ദൈവം തൻ്റെ സൃഷ്ടിപ്പിൽ കൂടി വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നു. സഭയുടെ എല്ലാ വിശ്വാസ പ്രമാണങ്ങളിലും സൃഷ്ടിയെ പൂർണ്ണമായും പിതാവായ ദൈവവുമായി ബന്ധപ്പെടുത്തിയിരിക്കുന്നു. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ പിതാവായ ദൈവമാണ് ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവെന്ന് പറയുന്നത് പൂർണ്ണമായി ശരിയല്ല എന്ന് കാണുവാൻ കഴിയും. ഭൂമിയുടെ സൃഷ്ടിപ്പിൽ തൃത്വം ഉൾപ്പെട്ടിരുന്നു. വാസ്തവത്തിൽ എലോഹീം എന്നത് എബ്രായ ഭാഷയിലെ ബഹുവചന രൂപമാണ്. അത് തൃത്വത്തെയാണ് കുറിക്കുന്നത്. പുതിയ നിയമം നമ്മോട് പറയുന്നത് കർത്താവായ യേശുക്രിസ്തുവും പരിശുദ്ധാത്മാവും സൃഷ്ടിപ്പിൽ ബന്ധപ്പെട്ടിരുന്നു എന്നത്രേ. ദൈവത്തിൻ്റെ ആത്മാവ് വെള്ളത്തിൽ മീതെ പരിവർത്തിച്ചു കൊണ്ടിരുന്നു. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യം. യോഹന്നാൻ അപ്പോസ്തലൻ മറ്റൊരു ഭാഗത്ത് ഇതേക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു, സകലവും അവൻ മുഖാന്തരം ഉളവായി, ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. ഇത് കർത്താവായ യേശുക്രിസ്തുവാണ്. കൊലോസ് ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യത്തിൽ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട്: സ്വർഗത്തിലും ഭൂമിയിലുള്ളതും ദൃശ്യമായതും അദൃശ്യമായതും, സിംഹാസനങ്ങളാകട്ടെ, കർത്തൃത്വങ്ങളാകട്ടെ, വാഴ്ചകളാകട്ടെ, അധികാരങ്ങളാകട്ടെ, സകലവും അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു. അവൻ മുഖാന്തരവും അവനായിട്ടും സകലവും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. കൊലോസ് ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യം. സൃഷ്ടിയിൽ കർത്താവായ യേശു സഹായിയായിരുന്നു. നമ്മുടെ വീണ്ടെടുപ്പിൽ തൃത്വത്തിലെ 3 വ്യക്തികളും ഉൾപ്പെട്ടിരിക്കുന്നു എന്ന് എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. പിതാവായ ദൈവം അതിന് പദ്ധതി തയ്യാറാക്കി. പുത്രനായ ദൈവം അതിന് വില കൊടുത്തു. പരിശുദ്ധാത്മാവായ ദൈവം അതിനെ സംരക്ഷിക്കുന്നു. ഇത് ദൈവത്തിൻ്റെ സൃഷ്ടിയിലും പ്രായോഗികമായിരിക്കുന്നു. ഈ പ്രപഞ്ചത്തിൻ്റെ പദ്ധതി പിതാവായ ദൈവം തയ്യാറാക്കി. പുത്രൻ ആ പദ്ധതി നടപ്പിലാക്കി. അവനാണ് അതിനെ വീണ്ടെടുത്തത്. പരിശുദ്ധാത്മാവ് ഇന്ന് ഈ സൃഷ്ടിയുടെ മേൽ പരിവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു മണവാളൻ തൻ്റെ മണവറയിൽ നിന്നിറങ്ങി വരുന്നതിനോട് സൂര്യനെ ഉപമിച്ചിരിക്കുന്നു എന്നത് ശ്രദ്ധേയമായ കാര്യമത്രേ. ആ മണവാളനായ കർത്താവായ യേശുക്രിസ്തു, നീതിസൂര്യനായ കർത്താവിൻ്റെ ഒരു ചിത്രമാണ് ഇവിടെ ലഭിക്കുന്നത്. ഒരിക്കൽ അവൻ മഹിമയോടെ ഈ ഭൂമിയിൽ വരുവാൻ പോകുന്നു. എന്നാൽ അവൻ്റെ വരവിനു മുമ്പേ അവൻ തൻ്റെ സഭയെ ഈ ഭൂമിയിൽ നിന്ന് എടുക്കുവാൻ പോകുന്നു. അവൻ ശോഭയേറിയ ഉദയനക്ഷത്രമാണ്. സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പെയാണ് ഉദയനക്ഷത്രം പ്രത്യക്ഷപ്പെടുന്നതില്ലേ? സൃഷ്ടിപ്പിൽ ഇവിടെ എത്ര നല്ല ചിത്രമാണ് കാണുവാൻ കഴിയുന്നത്.
ഈ മനോഹരമായ സങ്കീർത്തനം സൃഷ്ടിയെ ചിത്രീകരിക്കുന്നു. ഇനിയും ഈ 19-ാം സങ്കീർത്തനത്തിൻ്റെ 2-ാം ഭാഗത്തേക്ക് വരാം. ദൈവം തൻ്റെ കൽപ്പനകളിൽ അല്ലെങ്കിൽ ന്യായപ്രമാണത്തിൽ എന്നുള്ളതാണ് ഇവിടുത്തെ വിഷയം. 7 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കാം. യഹോവയുടെ ന്യായപ്രമാണം തികവുള്ളത്, അത് പ്രാണനെ തണുപ്പിക്കുന്നു. യഹോവയുടെ സാക്ഷ്യം വിശ്വാസ്യമാകുന്നു, അത് അല്പബുദ്ധിയെ ജ്ഞാനിയാക്കുന്നു. യഹോവയുടെ ആജ്ഞകൾ നേരുള്ളവ, അവ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നു. യഹോവയുടെ കൽപ്പന നിർമ്മലമായത്, അത് കണ്ണുകളെ പ്രകാശിപ്പിക്കുന്നു. യഹോവ ഭക്തി നിർമ്മലമായത്, അത് എന്നേക്കും നിലനിൽക്കുന്നു. യഹോവയുടെ വിധികൾ സത്യമായവ, അവ ഒട്ടൊഴിയാതെ നീതിയുള്ളവയാകുന്നു. അവ പൊന്നിലും വളരെ തങ്കത്തിലും ആഗ്രഹിക്കത്തക്കവ, തേനിലും തേൻകട്ടയിലും മധുരമുള്ളവ. അടിയനും അവയാൽ പ്രബോധനം ലഭിക്കുന്നു, അവയെ പ്രമാണിക്കുന്നതിനാൽ വളരെ പ്രതിഫലമുണ്ട്. ന്യായപ്രമാണത്തെക്കുറിച്ച്, അതെ, യഹോവയുടെ കൽപ്പനകളെക്കുറിച്ച് എന്താണ് പറയുന്നതെന്ന് നോക്കുക. ഒന്ന്, അവ തികവുള്ളതാണ്. ന്യായപ്രമാണത്തിന് നമ്മെ രക്ഷിക്കുവാൻ കഴിയുകയില്ല, കാരണം അത് തികവുള്ളതാണ്, പൂർണ്ണതയുള്ളതാണ്. നാം പൂർണ്ണതയുള്ളവരല്ല. നമുക്ക് ന്യായപ്രമാണത്തിൻ്റെ വ്യവസ്ഥയ്ക്കൊത്ത് ഉയരുവാൻ കഴിയുകയില്ല. അതേസമയം തന്നെ ന്യായപ്രമാണത്തിന് യാതൊരു കുറവുമില്ലതാനും. ദൈവകൃപയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ ന്യായപ്രമാണത്തെക്കുറിച്ച് ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു: ആകയാൽ ന്യായപ്രമാണം വിശുദ്ധം, കൽപ്പന വിശുദ്ധവും ന്യായവും നല്ലതും തന്നെ. എന്നാൽ നന്മയായുള്ളത് എനിക്ക് മരണകാരണമായി തീർന്നുവെന്നോ ഒരു നാളും അരുത്. പാപമത്രേ മരണമായി തീർന്നത്. അത് നന്മയായുള്ളതിനെക്കൊണ്ട് എനിക്ക് മരണം ഉളവാക്കുന്നതിനാൽ പാപം എന്ന് തെളിയേണ്ടതിനും കൽപ്പനയാൽ അത്യന്തം പാപമായി തീരേണ്ടതിനും തന്നെ. ന്യായപ്രമാണം ആത്മികം എന്ന് നാം അറിയുന്നുവല്ലോ. ഞാനോ ജഡമയൻ, പാപത്തിന് ദാസനായി വിൽക്കപ്പെട്ടവൻ തന്നെ. റോമാലേഖനം 7-ാം അധ്യായത്തിൻ്റെ 12 മുതൽ 14 വരെയുള്ള വാക്യങ്ങളാണ് ഞാൻ വായിച്ചത്. ന്യായപ്രമാണത്തിന് യാതൊരു കുഴപ്പവുമില്ല, എന്നാൽ അത് നമുക്ക് മരണകാരണമായി തീർന്നു. കാരണം നമുക്ക് എന്തോ സാരമായ കുഴപ്പമുണ്ട് എന്നത് തന്നെ. ദൈവം മുൻപാകെ നാം പാപികളാകുന്നു എന്ന് നമ്മെ കാണിക്കുന്നതിനാണ് ന്യായപ്രമാണം നൽകിയിരിക്കുന്നത്. ന്യായപ്രമാണം തികവുള്ളതാണ്. 2, യഹോവയുടെ സാക്ഷ്യം വിശ്വാസ്യമാകുന്നു. ദൈവം പാപത്തെ ശിക്ഷിക്കും. താൻ എന്തു ചെയ്യുവാൻ പോകുന്നു എന്ന് ദൈവം പറയുന്നു. യഹോവയുടെ സാക്ഷ്യം വിശ്വാസ്യമാകുന്നു. ന്യായവിധി വരുവാൻ പോകുന്നു. ദൈവത്തിൻ്റെ ന്യായപ്രമാണം അത് വെളിപ്പെടുത്തുന്നു. 3, യഹോവയുടെ ആജ്ഞകൾ നേരുള്ളവ. എനിക്കിഷ്ടമില്ലാത്ത ചില കൽപ്പനകളുണ്ട് എന്ന് ചിലർ പറയുമായിരിക്കും. വാസ്തവമാണ്. അതെ, ഒരുപക്ഷെ അവ താങ്കൾക്ക് ഇഷ്ടമില്ലായിരിക്കാം. എന്നാൽ ദൈവത്തിന് അവ ഇഷ്ടമാണ്. അവ നേരുള്ളവയാണ്. എന്താണ് അവയെ നേരുള്ളതാക്കുന്നത്? ശരി എന്താകുന്നു എന്ന് ദൈവമാണ് തീരുമാനിക്കുന്നത്. ഇത് ദൈവത്തിൻ്റെ പ്രപഞ്ചമാണ്. അവനാണ് ഇതിനെ സൃഷ്ടിച്ചത്. ഇതിൻ്റെ നിയമങ്ങളും ദൈവമാണ് ഉണ്ടാക്കിയത്. ഭൂഗരുത്വ നിയമം ഒരുപക്ഷെ താങ്കൾക്ക് ഇഷ്ടമില്ലായിരിക്കാം. എന്നാൽ അതിനെതിരായി കളിക്കുവാൻ പാടില്ല. അതെ, ഒരു 5 നില കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്നും താങ്കൾ ചാടരുത്. താങ്കൾക്ക് വേണ്ടി ദൈവം ഈ ആകർഷണ സിദ്ധാന്തത്തെ അല്ലെങ്കിൽ ആ നിയമത്തിന് മാറ്റം വരുത്തുകയില്ല. താങ്കൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ഈ നിയമം എല്ലാവർക്കും വേണ്ടിയുള്ളതാണ്. ഇനിയും യഹോവയുടെ കൽപ്പന നിർമ്മലമായത് എന്ന് പറയുന്നു. 1, യഹോവയുടെ കൽപ്പന തികവുള്ളത്. 2, യഹോവയുടെ സാക്ഷ്യം വിശ്വാസ്യമാണ്. 3, യഹോവയുടെ ആജ്ഞകൾ നേരുള്ളവയാണ്. യഹോവയുടെ കൽപ്പന നിർമ്മലമായത് എന്നാണ് 4-ാമത്തെ കാര്യം. അത് നിർമ്മലം തന്നെയാണ്. അത് നമ്മെ ഉന്നത നിലവാരത്തിലേക്ക് ഉയർത്തുന്നതത്രേ. താങ്കളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും പ്രാർത്ഥനാ വിഷയങ്ങളും ഇന്ന് തന്നെ ഞങ്ങളെ വിളിച്ചറിയിക്കുക. വിളിക്കേണ്ട നമ്പർ 8281384455. ഇന്നത്തെ പ്രോഗ്രാം താങ്കൾക്ക് ഇഷ്ടപ്പെട്ടുവോ? എങ്കിൽ ഉടൻ തന്നെ ഞങ്ങൾക്കൊരു മിസ് കോൾ തരിക. അടുത്ത വിജയി ഒരുപക്ഷെ താങ്കളായിരിക്കാം. 5, യഹോവ ഭക്തി നിർമ്മലമായത്. ഭക്തി എന്നതിൻ്റെ അർത്ഥം ആദരവോടുകൂടിയ ഭയം എന്നാണ്.
എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, നാം ദൈവത്തെ ഭയപ്പെടേണ്ടത് ആവശ്യമാകുന്നു. ഞാൻ എൻ്റെ അപ്പച്ചനെ സ്നേഹിക്കുന്നു എന്നാൽ അപ്പച്ചനെ ഭയമാകുന്നു. ഇല്ലേ? നേരായ വഴിയിൽ നടക്കുവാൻ അപ്പച്ചൻ എന്നെ സഹായിച്ചിരുന്നു. ഞാൻ തെറ്റ് ചെയ്താൽ അത് കുഴപ്പത്തിൽ കലാശിക്കുമെന്ന് ഞാൻ മനസ്സിലാക്കിയിരുന്നു. യഹോവ ഭക്തി നിർമ്മലമായത്. യഹോവ ഭക്തി നമ്മെ നിർമ്മലീകരിക്കും എന്ന് പറഞ്ഞാൽ നമ്മെ ശുദ്ധീകരിക്കും. പിതാവിനെക്കുറിച്ചുള്ള ഭയം എന്നെ നല്ല കുട്ടിയാക്കി തീർത്തു. അപ്പോഴും ഞാൻ എൻ്റെ അപ്പച്ചനെ സ്നേഹിച്ചിരുന്നു. ആറാമതായി, യഹോവയുടെ വിധികൾ സത്യമായവ. സത്യമെന്നാൽ എന്താണെന്ന് താങ്കൾക്കറിയാമോ? പീലാത്തോസിന് അത് അറിയുവാനുള്ള താല്പര്യമുണ്ടായിരുന്നു. അവൻ നമ്മുടെ കർത്താവിനോട് സത്യമെന്നാൽ എന്ത് എന്ന് ചോദിച്ചു. അതേസമയം തന്നെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ആളത്വത്തിൽ സത്യം അവൻ്റെ മുമ്പാകെ നിൽക്കുന്നുണ്ടായിരുന്നു. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു എന്ന് യേശു അരുളി ചെയ്തു. ഏഴാമതായി, യഹോവയുടെ വിധികൾ നീതിയുള്ളവയാകുന്നു. അവ ശരിയാണ്. ദൈവം ചെയ്യുന്നതൊക്കെയും നീതിയോടെയാണ് ചെയ്യുന്നത്. ഇത് ഒരു മനോഹരമായ വേദഭാഗമാണ്. ദൈവവചനം മുഴുവൻ നാം ശ്രദ്ധയോടെ പഠിക്കേണ്ടത് ആവശ്യമാണ്. 10 കൽപ്പനകൾ മനോഹരമാണ്, എന്നാൽ അത് നമുക്ക് പൂർണ്ണമായി പാലിക്കുവാൻ കഴിയുന്നില്ല എന്നതാണ് വാസ്തവം. അതുകൊണ്ട് ഒരു പാപി എന്ന നിലയിൽ നാം ദൈവസന്നിധിയിൽ കടന്നു ചെല്ലേണ്ടത് ആവശ്യമാണ്. ക്രിസ്തുവിലുള്ള ദൈവകൃപ എന്നതാണ് ഈ 19 സങ്കീർത്തനത്തിൻ്റെ ഒടുവിലത്തെ ഭാഗത്ത് നാം കാണുന്നത്. 12 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ കൂടി ഞാൻ വായിക്കട്ടെ. തൻ്റെ തെറ്റുകളെ ഗ്രഹിക്കുന്നവനാർ, മറഞ്ഞിരിക്കുന്ന തെറ്റുകളെ പോക്കി എന്നെ മോചിക്കണമേ. സ്വമേധാഭാവങ്ങളെ അകറ്റി എന്നെ കാക്കണമേ. അവ എൻ്റെ മേൽ വാഴരുതേ. എന്നാൽ ഞാൻ നിഷ്കളങ്കനും മഹാപാതകരഹിതനുമായിരിക്കും. എൻ്റെ പാറയും എൻ്റെ വീണ്ടെടുപ്പുകാരനുമായ യഹോവേ, എൻ്റെ വായിലെ വാക്കുകളും എൻ്റെ ഹൃദയത്തിലെ ധ്യാനവും നിനക്ക് പ്രസാദമായിരിക്കുമാറാകട്ടെ. ആർക്ക് തൻ്റെ തെറ്റുകളെ മനസ്സിലാക്കുവാൻ കഴിയും എന്നാണ് ഇവിടെ ചോദിക്കുന്നത്. നമ്മുടെ ഓരോ പ്രവർത്തനത്തിനും ന്യായങ്ങൾ പറയുവാൻ നമുക്ക് കഴിയും, എന്നാൽ ദൈവം അവയെ അംഗീകരിക്കുകയില്ല. താങ്കൾക്ക് താങ്കളുടെ തെറ്റുകളെ മനസ്സിലാക്കുവാൻ കഴിയുകയില്ലെന്ന് ദൈവം പറയുന്നു. താങ്കൾ പാപിയാണെന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നത് സ്വീകരിക്കേണ്ടത് ആവശ്യമായ കാര്യമാണ്. മറഞ്ഞിരിക്കുന്ന തെറ്റുകളെ പോക്കി എന്നെ ശുദ്ധീകരിക്കണമേ എന്നത്ര സങ്കീർത്തനക്കാരൻ പ്രാർത്ഥിക്കുന്നത്. രഹസ്യ പാപങ്ങളാണ് ഇന്ന് അനേകരുടെയും പ്രശ്നം. തങ്ങൾ പാപികളല്ല എന്നാണ് അവരുടെ വിശ്വാസം. സ്വമേധാ പാപങ്ങളെ അകറ്റി അടിയനെ കാക്കണമേ. എന്നാൽ ഞാൻ നിഷ്കളങ്കനും മഹാപാതകരഹിതനുമായിരിക്കും. എന്താണ് മഹാപാതകം എന്ന് താങ്കൾക്കറിയാമോ? ഈ സങ്കീർത്തനത്തിൽ നമുക്ക് ചൂണ്ടിക്കാണിച്ചു തന്നിരിക്കുന്ന യേശുക്രിസ്തുവിനെ ത്യജിക്കുന്നതാണ് ഏറ്റവും വലിയ പാപം, തെറ്റ്, പാതകം. തുടർന്ന് സങ്കീർത്തനക്കാരൻ പറയുന്നത് ശ്രദ്ധിക്കുക. ഇതൊരു വിശ്വാസിയുടെ പ്രാർത്ഥനയിൽ പലപ്പോഴും താങ്കൾ കേൾക്കാറുള്ള ഒരു വാക്യമാണ്. എൻ്റെ പാറയും എൻ്റെ വീണ്ടെടുപ്പുകാരനുമായ യഹോവേ, എൻ്റെ വായിലെ വാക്കുകളും എൻ്റെ ഹൃദയത്തിലെ ധ്യാനവും നിനക്ക് പ്രസാദമായിരിക്കുമാറാകട്ടെ. ദാവീദിൻ്റെ പാറ ആരായിരുന്നു? ക്രിസ്തുവായിരുന്നു അവൻ്റെ പാറ. അവൻ്റെ വീണ്ടെടുപ്പുകാരനും ക്രിസ്തു തന്നെ. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, അവൻ തന്നെയാണ് എൻ്റെ പാറയും എൻ്റെ വീണ്ടെടുപ്പുകാരനും. ദൈവത്തിൻ്റെ കൃപയാൽ ക്രിസ്തു നമുക്ക് ബലവും വീണ്ടെടുപ്പുകാരനുമായി തീരുന്നു. എത്ര മനോഹരമായ സങ്കീർത്തനമാണ് നാം ഈ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നില്ലേ? ഇനി നമുക്ക് 20-ാം സങ്കീർത്തനം കൂടി പഠിക്കുവാൻ സമയമുണ്ട് എന്ന് തോന്നുന്നു. നമ്മുടെ ആശ്രയം ആരിൽ അഥവാ എന്തിലെന്നുള്ളതിനെ അടിസ്ഥാനമാക്കിയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഉറപ്പ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. മനുഷ്യരിലും മനുഷ്യ നിർമ്മിതങ്ങളായ പരിപാടികളിലും ആശ്രയിച്ചെന്നാൽ വെല്ലുവിളികളിൽ നാം പതറും. കഴിഞ്ഞകാല അനുഭവങ്ങൾ തന്നെ ഒന്ന് പരിശോധിക്കൂ. പണക്കൊഴുപ്പും സ്വാധീനവും ആരോഗ്യവും ഒക്കെ ഉള്ളപ്പോൾ അത്രയ്ക്കറിഞ്ഞില്ലെന്നു വന്നേക്കാം. എന്നാൽ പോലും സംഘർഷങ്ങളിൽ കുടുങ്ങി നിരാശപ്പെടാറില്ലേ? ഇവിടെ ഇതാ ദാവീദ് എഴുതിയ മറ്റൊരു സങ്കീർത്തനം. ഈ സങ്കീർത്തനം മശിഹാ സങ്കീർത്തനങ്ങളിൽ ഒന്നായി ഉൾപ്പെടുത്തിയിട്ടില്ലെങ്കിലും മശിഹായെ സംബന്ധിക്കുന്ന പ്രവചനവും അവൻ്റെ വീണ്ടെടുപ്പിൻ്റെ പ്രവൃത്തിയുമാണ് 20-ാം സങ്കീർത്തനത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഇതിനെ തുടർന്ന് വരുന്ന 2 സങ്കീർത്തനങ്ങളോടും ഇത് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. ഇസ്രായേലിൽ ഈ സങ്കീർത്തനങ്ങൾ ഒരുമിച്ച് ചേർന്ന് നല്ല ഈണത്തിൽ പാടിയിരുന്നു. ആരാധനയ്ക്ക് നേതൃത്വം കൊടുത്തിരുന്ന ലേവ്യർ ഇത് പാടുകയും കൂടിയിരിക്കുന്ന ആരാധനക്കാർ പ്രത്യുത്തരമായി പാടുകയും ചെയ്തിരുന്ന പാട്ടുകളാണിവ എന്ന് ചിലർ ചിന്തിക്കുന്നുണ്ട്. ഇസ്രായേലിൻ്റെ ശേഷിപ്പ് മശിഹായുടെ വിജയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് ഈ സങ്കീർത്തനത്തിലെ വിഷയം. ദൈവകൃപയെക്കുറിച്ച് പാടുന്ന മറ്റൊരു സങ്കീർത്തനമാണിത്. 1-ാം വാക്യം,
20 സങ്കീർത്തനത്തിൻ്റെ 1 വാക്യം. യഹോവ കഷ്ടകാലത്തിൽ നിനക്ക് ഉത്തരം അരുളുമാറാകട്ടെ. യാക്കോബിൻ ദൈവത്തിൻ്റെ നാമം നിന്നെ ഉയർത്തുമാറാകട്ടെ. കഷ്ടകാലത്താണ് അവൻ നമ്മുടെ അപേക്ഷകൾ കേൾക്കുവാൻ നാം ആഗ്രഹിക്കുന്ന സമയം. ഇത് ദാവീദിൻ്റെ ഒരു സങ്കീർത്തനമാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. എങ്ങനെയാണ് യാക്കോബ് ഇവിടെ കടന്നു വരുന്നത്? കൃപയാൽ ദൈവം യാക്കോബിൻ്റെ ദൈവം എന്ന് വിളിക്കപ്പെടുവാൻ ഒരിക്കലും ലജ്ജിച്ചിരുന്നില്ല. അവൻ ചെയ്ത ചില കാര്യങ്ങൾ ഓർത്താൽ നാം ലജ്ജിക്കും. എന്നാൽ ദൈവത്തിന് അങ്ങനെ ആയിരുന്നില്ല. ദൈവം യാക്കോബിനെ തൻ്റെ കൃപയാൽ രക്ഷിച്ചു. 2 വാക്യം, അവൻ വിശുദ്ധ മന്ദിരത്തിൽ നിന്ന് നിനക്ക് സഹായം അയക്കുമാറാകട്ടെ. സിയോനിൽ നിന്ന് നിന്നെ താങ്ങുമാറാകട്ടെ. എന്ത് വിശുദ്ധ മന്ദിരത്തെക്കുറിച്ചാണ് ഈ വാക്യത്തിൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത്? സഭയാണോ? യെരുശലേമിലെ മന്ദിരമാണോ? എവിടെയാണ് സിയോൻ? സിയോൻ ഇസ്രായേലിലാണ് എന്നത് വളരെ വ്യക്തമാണ്. ഇവിടെ പറയുന്നത് യെരുശലേമിലെ മന്ദിരത്തെക്കുറിച്ചാണ്. 3 വാക്യം, നിന്റെ വഴിപാടുകളെ ഒക്കെയും അവൻ ഓർക്കട്ടെ. നിന്റെ ഹോമയാഗം കൈക്കൊള്ളുമാറാകട്ടെ. നമ്മുടെ വഴിപാടുകളോ സ്തോത്ര കാഴ്ചകളോ അല്ല ഇവിടെ സൂചിപ്പിക്കുന്നത്. പിന്നെയോ ക്രിസ്തുവിൻ്റെ യാഗത്തെയാണിത് സൂചിപ്പിക്കുന്നത്. അവൻ ജഡത്തിൽ ജീവിച്ച കാലത്ത് പ്രാർത്ഥനകളും യാചനകളും കണ്ണുനീരോടെ അപേക്ഷിക്കുക മാത്രമല്ല, അവസാനം തൻ്റെ ശരീരം യാഗമായി അർപ്പിച്ചു. സേല എന്നിവിടെ പറയുന്നത് നമുക്ക് ചിന്തിക്കുവാനും ധ്യാനിക്കുവാനും ഇട നൽകുന്നതാണ്. ഇവിടെ ഒന്ന് നിൽക്കുക, ചിന്തിക്കുക, എന്നിട്ടിനി മുൻപോട്ട് പോകുക എന്ന് കാണിക്കുവാനാണ് സേല. 4 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ നോക്കിക്കാട്ടെ. നിന്റെ ഹൃദയത്തിലെ ആഗ്രഹം അവൻ നിനക്ക് നൽകട്ടെ. നിന്റെ താല്പര്യമൊക്കെയും നിവർത്തിക്കട്ടെ. ഞങ്ങൾ നിന്റെ ജയത്തിൽ ഘോഷിച്ചുല്ലസിക്കും. ഞങ്ങളുടെ ദൈവത്തിൻ്റെ നാമത്തിൽ കൊടി ഉയർത്തും. യഹോവ നിന്റെ അപേക്ഷകളൊക്കെയും നിവർത്തിക്കുമാറാകട്ടെ. യഹോവ തൻ്റെ അഭിഷേക്തനെ രക്ഷിക്കുന്നു എന്ന് ഞാൻ ഇപ്പോൾ അറിയുന്നു. അവൻ തൻ്റെ വിശുദ്ധ സ്വർഗത്തിൽ നിന്ന് തൻ്റെ വലങ്കൈയുടെ രക്ഷാകരമായ വീര്യപ്രവൃത്തികളാൽ അവന് ഉത്തരമരുളും. കർത്താവായ യേശുവിൻ്റെ പ്രാർത്ഥനകൾ പിതാവായ ദൈവം കേൾക്കുവാൻ പോകുന്നു. എൻ്റെ പ്രാർത്ഥന കേട്ടതിനാൽ ഞാൻ നിന്നെ സ്തുതിക്കുന്നു. നീ എപ്പോഴും എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നു എന്ന് ഞാൻ അറിയുന്നു എന്ന് യേശു പറഞ്ഞത് ഓർക്കുന്നുണ്ടല്ലോ. ക്രിസ്തുവിൻ്റെ പ്രാർത്ഥന എല്ലായ്പ്പോഴും പിതാവായ ദൈവം കേൾക്കുകയും എല്ലായ്പ്പോഴും ഉത്തരം അരുളുകയും ചെയ്തിരുന്നു എന്ന് നമുക്കറിയാം. 7 മുതലുള്ള വാക്യങ്ങൾ, ചിലർ രഥങ്ങളിലും ചിലർ കുതിരകളിലും ആശ്രയിക്കുന്നു. ഞങ്ങളോ ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ നാമത്തെ കീർത്തിക്കും. മനോഹരമായിരിക്കുന്നില്ലേ? ചിലർ രഥങ്ങളിലും ചിലർ കുതിരകളിലും ആശ്രയിക്കുന്നു. നമുക്ക് ആശ്രയിക്കുവാനുള്ള ഒരേ ഒരിടം നമ്മുടെ ദൈവമാകുന്നു. 8 വാക്യം, അവർ കുനിഞ്ഞു വീണുപോയി, എന്നാൽ ഞങ്ങൾ എഴുന്നേറ്റ് നിവർന്നു നിൽക്കുന്നു. യഹോവേ, രാജാവിനെ രക്ഷിക്കണമേ. ഞങ്ങൾ അപേക്ഷിക്കുമ്പോൾ ഉത്തരമരുളണമേ. ഇസ്രായേലിനാണ് രാജാവ്. ഇന്ന് അവൻ നമ്മുടെ രക്ഷകനാണ്. നാം ഇന്ന് യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കർത്താവെ രക്ഷിക്കണമേ എന്നത്. ഈ കർത്താവെ രക്ഷിക്കണമേ എന്നതിന് ഹോസന്ന എന്നാണ് എബ്രായ വാക്ക്. ഇതൊരു ഹോസന്ന സങ്കീർത്തനമാണ്. ദൈവം ഇത് നമുക്ക് കൂടുതൽ യാഥാർത്ഥ്യമാക്കി തരട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുകയാണ്. എത്ര മനോഹരമായിരിക്കുന്നില്ലേ? ദൈവത്തെ അറിയുവാൻ ദൈവം നൽകിയിട്ടുള്ള വെളിപ്പാടുകൾ നാം അതീവ ശ്രദ്ധയോടെ പഠിക്കേണ്ടതുണ്ട്. 1, അത് നാം പ്രകൃതിയിൽ കാണുന്നു, ദൈവത്തിൻ്റെ സൃഷ്ടിപ്പിൽ. 2, ദൈവത്തിൻ്റെ വചനത്തിൽ നാം കാണുന്നു. ഇന്ന് നാം ശ്രദ്ധിച്ചതായ ഈ പഠനം നിങ്ങളെ ആ കാര്യത്തിൽ കൂടുതൽ പ്രോത്സാഹിപ്പിച്ചു എന്ന് ഞാൻ വിശ്വസിക്കട്ടെ. ദൈവവചനം അറിയുവാനും ദൈവത്തെ അതിലൂടെ മനസ്സിലാക്കുവാനും നിങ്ങൾക്ക് സാധിക്കണം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് വേറൊരു സങ്കീർത്തനവുമായി അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ ദൈവത്തിൻ്റെ സാന്നിധ്യം നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും.